നമുക്കിന്ന് അനാറ്റമിയിലെ പേപ്പർ 1 പ്രമാണ ശരീരം എന്ന പോർഷനാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രമാണ എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർമെന്റ് എന്നാണ് എൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അളവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി പാർട്സ്, ഇപ്പോൾ ഏത് ബോഡി പാർട്ട് എടുത്താലും നമുക്ക് അതിന് ഓരോ നോർമൽ മെഷർമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ബോഡി പാർട്സിനൊക്കെ നോർമൽ മെഷർമെന്റ്സിനെ ഡീൽ ചെയ്യുന്ന ആ ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ അനാറ്റമിയിൽ ആ ഒരു ഏരിയയാണ് നമുക്ക് പ്രമാണ ശരീരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം. ദ വേർഡ് പ്രമാണ മീൻസ് മെഷർമെന്റ്, നമുക്ക് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് അളവുകളൊക്കെയാണ് നമുക്ക് പ്രമാണ എന്നൊരു വാക്കിന് അർത്ഥം വരുന്നത്. ഓക്കെ, ഇൻ ആയുർവേദ മെഷർമെന്റ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് പാർട്സ് ഇറ്റ് ഇസ് ഡിസ്ക്രൈബ് യൂസിങ് 2 മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ആയുർവേദത്തിൽ മെഷർമെന്റ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. One is a linear measurement and the other is a volumetric measurement. അപ്പോൾ ലീനിയർ മെഷർമെൻറ്റും വോളിമെട്രിക് മെഷർമെൻ്റ് ആണ് 2 types of measurement mentioned in ആയുർവേദ. അതിൽ ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ലീനിയർ എന്ന വാക്കിന് ഒരു അർത്ഥം തന്നെ പറയുന്നത് വെച്ചാൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് മാത്രമല്ല, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നമുക്ക് ഹൈറ്റ്, നമ്മുടെ ഹൈറ്റ് ഒക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് ലീനിയർ മെഷർമെൻറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് വോളിമെട്രിക് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഈ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വോളിയം. ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, മെയിൻലി നമുക്ക് ഫ്ലൂയിഡ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് മെഷർ ചെയ്യുന്നത് വോളിമെട്രിക് മെഷർമെൻറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻലി നോക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആയ ബ്ലഡ്, ലിംഫ്, അതൊക്കെയാണ് വോളിമെട്രിക് മെഷർമെൻറ്റിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 types മെഷർമെൻറ്റ് പറയുന്നുണ്ട്, ലീനിയർ മെഷർമെൻറ്റും വോളിമെട്രിക് മെഷർമെൻറ്റും. ലീനിയർ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഒക്കെയാണ് നമുക്ക് അതിൽ ഡീൽ ചെയ്യുന്നത്. വോളിമെട്രിക് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി വോളിയം അല്ലെങ്കിൽ നമുക്ക് ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഒരു വോളിയം ഒക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ഓരോ ലീനിയർ മെഷർമെൻറ്റേയും അതുപോലെ തന്നെ നമുക്ക് വോളിമെട്രിക് മെഷർമെൻറ്റേയും യൂണിറ്റ് ഒക്കെ നോക്കാം. For linear measurement, the unit is anguli, that is a finger of the person concerned. Hence, it is called as anguli pramanam. Okay. അപ്പോൾ നമുക്ക് ലീനിയർ മെഷർമെൻറ്റിൽ നമുക്ക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അങ്കുലിയാണ്. അങ്കുലി എന്ന് പറയുമ്പോൾ നമുക്ക് ഫിംഗർ, അപ്പോൾ എന്ന് വെച്ചാൽ ഏത് പേഴ്സൺ ആണോ അതിപ്പോൾ ഓരോ വ്യക്തി അനുസരിച്ച് നമുക്ക് ആ ഒരു ഫിംഗറിൻ്റെ ലെങ്ത് നമുക്ക് വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഓരോ പേഴ്സൺ കൺസേൺ, ആ ഒരു കൺസേൺ പേഴ്സൻ്റെ ഫിംഗറിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുന്ന ആ ഒരു ഇതിനെ നമുക്ക് അങ്കുലി പ്രമാണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓരോ കൺസേൺ പേഴ്സൻ്റെ ആ ഒരു ഫിംഗറിൻ്റെ ലെങ്ത് വെച്ചിട്ട് നമുക്ക് നോക്കുന്ന മെഷർമെൻറ്റാണ് ലീനിയർ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അങ്കുലി പ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്കുലി എന്ന് പറയുമ്പോൾ ഫിംഗർ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അടുത്ത പറയുന്നത് വെച്ചാൽ യൂണിറ്റ് ഓഫ് വോളിമെട്രിക് മെഷർമെൻറ്റ് ഈസ് അഞ്ജലി. ഓക്കെ, അഞ്ജലി എന്നാണ് ആ ഒരു വോളിമെട്രിക് മെഷർമെൻറ്റ് യൂണിറ്റിൻ്റെ പേര്. ഓക്കെ, ഇറ്റ് ഈസ് എ വോളിയം കണ്ടെയ്ൻ ഇൻ 2 hands പുട്ട് ടുഗെദർ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കൈ ഇങ്ങനെ ചേർത്ത് വെച്ച്, ഇപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ കോലില്ലേ, ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ വെള്ളം കൊള്ളില്ലേ. ഓക്കെ, അപ്പോൾ ആ 2 കൈ ഇങ്ങനെ ചേർത്ത് വെച്ചില്ലേ, നമുക്ക് 2 കൈ പാംസും കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ എത്രയും കിട്ടുന്ന ഒരു വോളിയത്തിനാണ് അഞ്ജലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ അഞ്ജലി പ്രമാണ എമൗണ്ട്സ് ടു 196 ml or gram അക്കോർഡിംഗ് ടു കറന്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് കൺവേർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അഞ്ജലി പ്രമാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു മെഷർമെൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ന്യൂമറിക്കലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 196 ml അല്ലെങ്കിൽ അത്രയും ഗ്രാംസ് ആയിട്ടാണ് നമുക്ക് പറയുന്നത്. കറൻ്റ്ലി നമുക്ക് അങ്ങനെ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി വോളിമെട്രിക് കൺസിഡറേഷൻസ് ഓഫ് ദ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ധാതുസ് ആർ മെൻഷൻ ഇൻ ബോത്ത് അഷ്ടാംഗ ഹൃദയ ആൻഡ് അഷ്ടാംഗ സംഗ്രഹ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ അഞ്ജലി പ്രമാണങ്ങളെ പറ്റി അഷ്ടാംഗ ഹൃദയത്തിലും സംഗ്രഹത്തിലൊക്കെ പറയുന്നുണ്ട്. ഇനി ചരക സമേത ആസ് മെൻഷൻ ദ വോളിമെട്രിക് വാല്യൂസ് ഓഫ് ദോഷ, ധാതു ആസ് വെൽ ആസ് മല ഇൻ 7th chapter ഓഫ് ശാരീരസ്ഥാനം. ഓക്കെ, അപ്പോൾ ചരക സമയത്തിൽ ശാരീരസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ദോഷ, ധാതു ആസ് വെൽ ആസ് മലകളെ പറ്റിയിട്ടുള്ള അഞ്ജലി പ്രമാണങ്ങൾ, ഓക്കെ, അതിൻ്റെ നോർമൽ വാല്യൂസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ടെന്ന് പറയുന്നത് 7th chapter ഓഫ് ശാരീരസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രമാണത്തിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ പഠിക്കാൻ വന്ന ടോപ്പിക് എന്ന് വെച്ചാൽ അങ്കുലി പ്രമാണമാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ സിലബസ് പോയിന്റിൽ നിങ്ങൾക്ക് പഠിക്കാന്ന് വെച്ചാൽ വലിയ അങ്കുലി പ്രമാണമാണ്. ഓക്കെ, അപ്പോൾ അത് 5 മാർക്കിനും 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്കുലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഫിംഗർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രമാണം എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ പേഷ്യൻ, അപ്പോൾ അങ്കുലി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫിംഗർ ഓഫ് ദാറ്റ് പേഴ്സൺ കൺസേൺ. ഇപ്പോൾ ഏത് വ്യക്തിയുടെ മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ആ വ്യക്തിയുടെ ഫിംഗറിൻ്റെ ലെങ്ത്താണ് അങ്കുലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് ഇന്നൊരു അളവെന്നൊന്നും പറയുന്നില്ല, അത് ഒരു പേഴ്സൻ്റെ ഫിംഗറിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്കുലി പ്രമാണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പേഷ്യൻ്റെ ഫിംഗറിൻ്റെ ലെങ്ത് വെച്ചിട്ട് നമുക്ക് പറയുന്ന മെഷർമെൻ്റാണ് അങ്കുലി പ്രമാണം. ഓക്കെ, ശരീരപ്രമാണൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്, അപ്പോൾ അതെന്തായാലും പഠിച്ചു വെച്ചേക്കാം. ശരീരപ്രമാണം പുനഃ യഥാ സ്വേന അങ്കുലി പ്രമാണേന ഉപേക്ഷിത. ഓക്കെ, അതായത് ഇപ്പോൾ അങ്കുലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഫിംഗർ എന്ന് പറഞ്ഞു, ഡിസ്ക്രൈബ്സ് എ ലീനിയർ മെഷർമെൻറ്റ്. ഓക്കെ, ശരീരപ്രമാണ പുനഃ യഥാ സ്വേന അങ്കുലി പ്രമാണേന ഉപേക്ഷിത, അതായത്
ദ ബോഡി പാർട്സ് ആർ മെഷർ യൂസിങ് വൺസ് ഓൺ ഫിംഗർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓൺ ഫിംഗർ നമുക്കൊരു മെഷർമെൻ്റ് ആക്കി എടുത്തിട്ടാണ് ബോഡി പാർട്സ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ മീനിങ്. ശരീരപ്രമാണം. ഓക്കെ, ശരീരപ്രമാണം എന്ന് വെച്ചാൽ ബോഡി മെഷർമെൻറ്റ്. ഓക്കെ, പുനഃ യഥാ സ്വേന അങ്കുലി, അപ്പോൾ നമുക്ക് വൺസ് ഓൺ അങ്കുലി വെച്ചിട്ടാണ് നമ്മൾ അവർ മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വൺസ് ഓൺ ഫിംഗർ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഓരോ ബോഡി പാർട്സിൻ്റെ മെഷർമെൻറ്റും. ഓക്കെ, ഇനി നമുക്ക് 1 അങ്കുലി നമുക്ക് പല രീതിയിലും മറ്റ് ആചാര്യസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു അഭിപ്രായം എന്താ പറയുന്നത് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ക്രീസസ് ഓഫ് ദ മിഡിൽ ഫിംഗർ. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ഒരു അങ്കുലിക്ക്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്രീസ് ഓഫ് ദ മിഡിൽ ഫിംഗർ, നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെ 2 ക്രീസ്. ഓക്കെ, അപ്പോൾ ആ 2 ക്രീസ് തമ്മിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു 1 അങ്കുലി പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ 1/5 ഓഫ് ദ ലെങ്ത് ഫ്രം ദ ടിപ്പ് ഓഫ് ദ മിഡിൽ ഫിംഗർ ടു ദ റിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മിഡിൽ ഫിംഗർ തൊട്ട് നമുക്ക് റിസ്റ്റ് വരെയുള്ള ലെങ്ത്തിൻ്റെ 1/5 ആയിട്ടും 1 അങ്കുലി പറയുന്നുണ്ട്. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് 8 റൈസ് വൺ കെപ്റ്റ് ടുഗെദർ. അപ്പോൾ 8 അരിമണികൾ നമ്മളിങ്ങനെ നേരെയായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വെക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഒരു ലെങ്ത് വരുന്നത് ആ ഒരു ഇതിനാണ് അങ്കുലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ഒപ്പീനിയൻസ് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ക്രീസസ് ഓഫ് ദ മിഡിൽ ഫിംഗർ അത് പറയുന്നുണ്ട്. പിന്നെ 1/5 ഓഫ് ലെങ്ത് ഫ്രം ദ ടിപ്പ് ഓഫ് ദ മിഡിൽ ഫിംഗർ ടു ദി റിസ്റ്റ് പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് 8 റൈസ് 8 അരിമണികൾ നമ്മൾ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ എത്രയാണോ ലെങ്ത് വരുന്നത് അതും അങ്കുലി പ്രമാണമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നും കൂടാതെ നമുക്ക് ഓൾറെഡി പഠിച്ചായിരുന്നു, അതായത് പേഷ്യൻ്റ് കൺസെൻറ്റ്. ആ പേഷ്യൻ്റ് ഏത് പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ അവരുടെ ആ ഒരു ഫിംഗറിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് അങ്കുലി പ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഒപ്പീനിയൻസ് പറയുന്നുണ്ട് അങ്കുലി പ്രമാണത്തിന്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ ചരക സംഹിത. ഓക്കെ, അപ്പോൾ ചരകത്തിലും സുശ്രുതത്തിലൊക്കെ നമുക്ക് അങ്കുലി പ്രമാണത്തിനെ പറ്റി കുറേ റെഫറൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുശ്രുത സംഹിത എടുത്ത് നോക്കുവാണെങ്കിൽ അങ്കുലി പ്രമാണം ഇസ് മെൻഷൻ ഇൻ 35th ചാപ്റ്റർ സൂത്രസ്ഥാനം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 35th ചാപ്റ്റർ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ അങ്കുലി പ്രമാണത്തിനെ പറ്റിയൊക്കെ കുറേ റെഫറൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ചരക സംഹിതയിലാണെങ്കിൽ വിമാനസ്ഥാനം 8th ചാപ്റ്ററിലൊക്കെ അങ്കുലി പ്രമാണത്തിന് അങ്ങനത്തെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അങ്കുല പ്രമാണം എന്ന് പറയുമ്പോൾ നമുക്ക് സോളിഡ് ബോഡി പാർട്സ്. ഓക്കെ, സോളിഡ് പാർട്സ് ഓഫ് ദ ബോഡി, ഇപ്പോൾ നമുക്ക് ഹാൻഡ് അതുപോലെ തന്നെ ഫിംഗേഴ്സ് ടോസ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാനാണ് അങ്കുലി പ്രമാണം നമ്മൾ മെയിൻലി യൂസ് ചെയ്തത്. ഓക്കെ, മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണലി നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ബോഡി ഫ്ലൂയിഡ്സ് അതിനെയൊക്കെ മെഷർ ചെയ്യാനാണ് അഞ്ജലി പ്രമാണം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്കുലി എന്ന് പറയുമ്പോൾ അങ്കുലി പ്രമാണം എന്ന് പറയുമ്പോൾ മെയിൻലി സോളിഡ് ബോഡി പാർട്സ് മെഷർ ചെയ്യാനാണ് പറയാറുള്ളത്. ഓക്കെ.